നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരാണസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടാൻ ബി.ജെ.പിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വോട്ടുകൊള്ള ആരോപണ വിവാദത്തിലെ നിലപാട് കോൺഗ്രസ് ഇന്ന് വീണ്ടും ശക്തിപ്പെടുത്തിയത്. തെളിവുകൾ നൽകാതെ വോട്ടുചോരി പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കരുത് എന്നാണ് പ്രതിപക്ഷത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അപ്പോഴും ഇലക്ട്രോണിക് വോട്ടർ പട്ടികയ്ക്കായി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അനങ്ങാതിരുന്നതിന് കമ്മീഷന് വിശദീകരണമില്ല. വോട്ട് ക്രമക്കേടിന്റെ തെളിവുകളായി ബി.ജെ.പിക്കെതിരെ തൃശൂരിൽ CPIM-ഉം കോൺഗ്രസും നിരത്തുന്ന രേഖകളും ഉയർത്തുന്ന ആരോപണങ്ങൾക്കും മതിയായ മറുപടി വന്നിട്ടുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയിൽ സംശയം ഉന്നയിക്കപ്പെട്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലേ? വോട്ടുകൊള്ള വിവാദത്തോടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ പരിപാവനത കളങ്കപ്പെട്ടു. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് C. മാത്യു ഉണ്ട് ഈ ചർച്ചയിൽ. ഒപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരിയും ഇന്ന് നമ്മുടെ അതിഥിയാണ്. ശ്രീ PDT ആചാരി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപകമായ ചർച്ച നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ പ്രതിപക്ഷം അനാവശ്യമായി വോട്ട് ചോരി പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് രാജ്യത്തെ തന്നെ ഈ വോട്ടർമാരെ അപമാനിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ അത്രയും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയെ അതിന് ഇളക്കം തട്ടിച്ചിട്ടുണ്ടോ? അത് ചോദ്യമുനയിലാണോ ഇപ്പോഴുള്ളത് താങ്കളുടെ നിരീക്ഷണത്തിൽ? തീർച്ചയായിട്ടും എന്ന് പറയേണ്ടി വരും. ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. കാരണം ഈ രീതിയിൽ ഒരു അറ്റാക്ക് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഭരണഘടനയുടെ 324-ാം വകുപ്പ് അനുസരിച്ച് ഒരുപാട് അധികാരങ്ങൾ ഉള്ള ഒരു ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 അനുസരിച്ച് ധാരാളം അധികാരങ്ങൾ അതിനുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വയം പേടിക്കുകയും മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന എന്തോ ഒരു ദിവ്യമായ എന്തോ ഒരു സ്ഥാപനമാണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തൊരു ബോഡി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ഒരു ബോഡിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോ ഈ ക്രമക്കേടുകൾ ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു സാമ്പിൾ കേസായിട്ട് എടുത്തത്, അത് വളരെ ഗാഢമായി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പല ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇലക്ടറൽ ലിസ്റ്റിലെ പേര് ചേർക്കുക എന്ന് പറയുന്നത് അത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ചില നിയമങ്ങളുണ്ട്, ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെയുണ്ട്. പേര് ചേർക്കുന്നതിന് അർഹതയുണ്ട്, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് അങ്ങനെ തന്നെ. പക്ഷേ ഈ ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് നമ്മുടെ ഈ നിയമത്തിൽ. ഓർഡിനറിലി റെസിഡന്റ്. ഈ ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സുപ്രീം കോടതി പല കേസുകളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേസ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു കേസാണ്. ആ കേസിൽ അസാം ഹൈക്കോടതി പറഞ്ഞ ഒരു വിധിന്യായം, അപ്പൊ അതിലാണ് ഹൈക്കോടതിയാണ് വാസ്തവത്തിൽ ആ കേസിൽ അത് വിശദീകരിച്ചിട്ടുള്ളത്. അതായത് അതിലൊരു പെർമനൻസി ഉണ്ട്. അതായത് ഒരാളൊരു സ്ഥലത്ത് താമസിക്കുന്നത് അത് പെർമനന്റ് ആയ ഒരു താമസം എന്നുള്ളൊരു കൺസെപ്റ്റാണത്.
അപ്പൊ അസാമിലെ ഹൈക്കോടതി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് അതേപടി തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ആ കേസ് വന്നപ്പോൾ 2000 ആ കേസ് വന്നപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പെർമനന്റ് റെസിഡൻസ് എന്നുള്ളതാണ് ഈ ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണോ അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരാളിനെ വോട്ടിംഗ് ലിസ്റ്റ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണോ ഒരു അഡ്രസ്സിൽ 80 പേരെ ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു അഡ്രസ്സിൽ 40 പേരെ ചേർത്തിരിക്കുന്നത്? എന്ത് സ്ക്രൂട്ടിനിയാണ് ഈ ഇലക്ടറൽ ഓഫീസേഴ്സ് ചെയ്തിരിക്കുന്നത്? ഇലക്ടറൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടർ അതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഡയറക്ഷനിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഏത് PDT ആചാരി സാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇവിടെ രാഹുൽ ഗാന്ധി 6 മാസം കൊണ്ട് ഗൃഹപാഠം നടത്തി, പരിശോധനകൾ നടത്തി, അന്വേഷണങ്ങൾ നടത്തി, അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല. അതേസമയം 6 മാസം കൊണ്ട് ഗൃഹപാഠം നടത്തി, അന്വേഷണം നടത്തി രാഹുൽ ഗാന്ധി വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ 6 ദിവസം കൊണ്ട് 6 മണ്ഡലങ്ങളിലെ ഈ വോട്ടിങ്ങിൻ്റെ കണക്കുകൾ പുറത്തുവിടുകയാണ് അനുരാഗ് ഠാക്കൂർ. അവിടെ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുള്ള കളികളാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്ന്. അതിനെ സാധൂകരിക്കുന്നതാണോ ഈ സംഭവങ്ങളൊക്കെ ആചാരി സാർ? അതങ്ങനെ ഒരു സംശയം തോന്നാം. കാരണം ഈ BJPയുടെ ഒരു മെമ്പർ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തുകയും, അപ്പൊ അതിലൊക്കെ ആ ഇലക്ടറൽ ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കണമല്ലോ. രാഹുൽ ഗാന്ധിക്ക് 6 മാസത്തിൽ കൂടുതൽ എടുക്കേണ്ടി വന്നു ഇതിലൂടെ ഇത് ഇലക്ടറൽ ലിസ്റ്റിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ. അപ്പൊ ഇത് പെട്ടെന്ന് വരുമ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമാണ്. ഈ രാഹുൽ ഗാന്ധിയോട് ഈ തെളിവ് അഫിഡവിറ്റിൽ കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. വാസ്തവത്തില് എൻ്റെ അഭിപ്രായത്തില് അത് തെറ്റായ ഒരു നടപടിക്രമമാണ്. അത് ഈ ഇലക്ടറൽ ഓഫീസേഴ്സിന് ഒരുപക്ഷെ നിയമം അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് അവർ നീങ്ങിയത്. കാരണം ആ ഒരു നടപടിക്രമം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലാണ് ഈ മാതിരി കാര്യങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും ഒരാളിന്റെ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ അത് കോൺട്രവേഴ്ഷ്യൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് നൽകാനും സാധിക്കുന്ന ഒരു പ്രൊവിഷനാണ് അത് നിയമത്തിലുള്ളത്. പക്ഷെ അത് ആ ഒരു സ്റ്റേജിലാണ്. ഇതിപ്പോ അതല്ലല്ലോ. അതും കഴിഞ്ഞു, ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ഇലക്ഷൻ നടന്നു, അതിനുശേഷം 15-16 മാസങ്ങൾക്ക് ശേഷമാണല്ലോ രാഹുൽ ഗാന്ധി ഈ ഒരു ഡിസ്ക്ലോഷറുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ നിയമം അവർ കോട്ട് ചെയ്യുന്നത് തികച്ചും അബദ്ധമാണ്. ആ നിയമമല്ല. പക്ഷെ ഒരു പൗരന് ഇലക്ടറൽ ലിസ്റ്റ് ഏത് സമയത്തും പരിശോധിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു തർക്കവുമില്ല. അല്ല, ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതിന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്ന ആ ഒരു അനുച്ഛേദം, അപ്പൊ അതിന് വലിയ വ്യാപകമായ ഒരു വലിയ ഡയമെൻഷനുള്ള ഒരു അനുച്ഛേദമാണെന്നാണ് പറയപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ തന്നെ വിധികളിലൊക്കെ ഉണ്ട്. പക്ഷേ റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാ പറയുന്നത്. റിസർവോയർ ഓഫ് പവേഴ്സ് നമ്മുടെ കൃഷ്ണയ്യനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മഹീന്ദർ സിംഗ് ഗില്ലിന്റെ ഒരു കേസിൽ 1978. പക്ഷേ അധികാരങ്ങള് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ ആ ബോഡിക്ക്, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് യഥേഷ്ടം ആ അധികാരം ഉപയോഗിക്കാൻ ഉള്ള ഒരു അധികാരമില്ല. അതാണ് നമ്മുടെ ഈ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു അമിതമായ അനിയന്ത്രിതമായ ഒരു അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഈ അൺട്രാമൽഡ് പവേഴ്സ് എന്ന് പറയുന്നത് ആ രീതിയിലൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പവേഴ്സ്, ഈ അധികാരങ്ങൾ കിട്ടുമ്പോൾ ആ അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് തികച്ചും നീതിയുക്തമായിട്ടും, അപ്പൊ അതിനൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ഇലക്ഷൻ കമ്മീഷന്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത് തികച്ചും ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ചുമതലയാണ്.
അപ്പൊ അതിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അത് പിന്നീടാണെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും എക്സാമിൻ ചെയ്യുകയും അത് ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ല എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് ഈ 324 ഒരു ഭാഗമാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അല്ല, 324 എന്ന് പറഞ്ഞാൽ അധികാരങ്ങൾ കൊടുക്കുക എന്ന് മാത്രമല്ല, ആ അധികാരങ്ങളോട് കൂടി തന്നെ ചില ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനത്തിന്. ആ ഒബ്ലിഗേഷൻ അനുസരിച്ച് അവർക്ക് അത് പരിശോധിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നുള്ളതാണ് ഈ 324 കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. ശരി ആചാര്യ സാർ, ഞാൻ ഈ അടുത്ത റൗണ്ടിൽ വീണ്ടും വരാം. നമുക്ക് മറ്റ് അതിഥികളിലേക്ക് പോകാം. ശ്രീ ജോസഫ് സി മാത്യു, 70 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP-യുമായി ഉള്ള മത്സരത്തിൽ 50,000-ന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് തോൽക്കേണ്ടി വന്ന ഇടങ്ങളിലൊക്കെ ആ ജയം സംശയത്തിന് നിഴലിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഈ തൃശ്ശൂരിലെ കാര്യത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിലും ഇതുപോലെ തന്നെ വോട്ടുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരേ മേൽവിലാസത്തിൽ പല ആളുകൾ വോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നും ആ വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ കേരളത്തിലെ ഇരു മുന്നണികളും ഉയർത്തുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു 1951-52 ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തിലാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളതെന്നും 2 വട്ടം വോട്ട് ചെയ്തു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമോ ഉണ്ടെങ്കിൽ അതൊരു അഫിഡവിറ്റായി നൽകേണ്ടതാണ് എന്നുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ? ഇപ്പോൾ ശ്രീ PDT ആചാര്യ പറഞ്ഞു, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണോ നടന്നത് എന്ന് ഒരു സാധാരണക്കാരൻ സംശയിക്കാവുന്ന തരത്തിൽ അത്ര വ്യക്തതയോടുകൂടിയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു തെളിവുകൾ നൽകണം, അല്ലാതെ വോട്ട് കൊള്ള എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കരുതെന്ന്. ഇതിൽ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണോ, അതല്ല ഇതെല്ലാം ഒത്തുചേർന്നുള്ള ഒരു കളി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണോ ശ്രീ ജോസഫ് സി മാത്യു താങ്കൾ മനസ്സിലാക്കുക? അതായത് ഗോപികൃഷ്ണൻ, ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെല്ലാം നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പൗരന് എങ്ങനെയാണ് പരാതിപ്പെടാവുന്നത്, അതിൻ്റെ റെമഡിയൽ ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ആചാര്യ സാറും ചൂണ്ടിക്കാണിച്ചത് അതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ പറയുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ പറയാം. മിക്കവാറും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഇവർ അതിനതീതമായി നിൽക്കുന്ന വളരെ ഉയർന്ന സ്ഥാനവും അതോടൊപ്പം സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഉത്തരവാദിത്വങ്ങളും ഉള്ള സ്ഥാപനങ്ങളാണ്. ഇവരിടപെട്ട് ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിക്കും എന്നുള്ളത് നമ്മുടെ നിയമത്തിലോ ചട്ടങ്ങളിലോ വിഭാവനം ചെയ്തിട്ടില്ല. അങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടൊരു സമ്പ്രദായം, ഒരു സിസ്റ്റം നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി നിൽക്കുന്നു എന്നും അതിനെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കള്ള വോട്ടിലൂടെ 2 തവണ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ പരാതിപ്പെടാം എന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. ഇവിടെ വേലി വിളവ് തിന്നുന്നതിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അത് പറയുമ്പോൾ ഇന്ത്യയെ അപമാനിക്കുകയാണ്, ഇലക്ഷൻ പ്രോസസ്സിനെ അപമാനിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം തന്നെ ബീഹാറിലെ വിഷയം നമ്മൾ പറയുന്നു. 7.64 കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് 65 ലക്ഷം വോട്ടർമാർ ഒരു ഇൻറ്റൻസീവ് റിവ്യൂവിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതാണ്ട് 8.5% ആൾക്കാർ മാറി നിൽക്കുന്നു, പുറത്താക്കപ്പെടുന്നു എന്നാണ്. ഈ 8.5% എന്നുള്ളത് ഒരു ഇലക്ഷൻ നിർണ്ണയിക്കാവുന്ന ശതമാനമാണെന്ന് ഇന്ത്യയിലെ നമ്മുടെ വോട്ടെടുപ്പ് പ്രക്രിയയൊക്കെ പരിശോധിക്കുന്ന നമുക്കറിയാം. നിങ്ങൾ പറഞ്ഞ 70 സീറ്റല്ല, അതിലൊക്കെ അധികം സീറ്റുകളിലെ വിധി നിർണ്ണയിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എവിടെ വോട്ട് ചെയ്യുന്നവരാണെന്നൊന്നും ഒരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നില്ല. പക്ഷേ
എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ഈ അസ്വസ്ഥമാകുന്നത്? എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒപ്പിട്ട അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറയാൻ ഇവരാരാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പൊതുമണ്ഡലത്തിൽ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പക്കൽ ചെന്ന് എഴുതി കൊടുക്കണം എന്ന് പറയാൻ ഇതാരുടെ ഉത്തരവാദിത്തമാണ്? ഇവിടെ സംശയത്തിന് അതീതമായി ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളത് പ്രാഥമികമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭരണഘടന അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ്. അതിന് കഴിയില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകണം. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ചയുണ്ടെന്ന് കേട്ടറിഞ്ഞാൽ അതിൽ നടപടിയെടുത്ത് പരിശോധിക്കേണ്ട ഇവർ വ്യവസ്ഥാപിതമായി വരൂ, എഴുതി തരൂ, മാപ്പ് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശുദ്ധ പശുക്കളാണ്, ഞങ്ങളെ കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ഷൻ ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയി നടക്കില്ല. ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പരാജയപ്പെട്ടവന് പരാജയം ബോധ്യപ്പെടുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് പറയാറുണ്ട്. അല്ലാതെ വിജയിക്കുന്നവന് മാത്രം ബോധ്യപ്പെടുമ്പോഴല്ല ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ പരാജയപ്പെട്ടവരെ കൂടി അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംശയത്തിന് അതീതമായി ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. അതവർ ചെയ്യുന്നില്ല. ഇപ്പോൾ കോടതി തന്നെ ആദ്യത്തെ പരാമർശങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആ ലിസ്റ്റ് ഇലക്ട്രോണിക് ഫോമിൽ പബ്ലിഷ് ചെയ്യാൻ പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തുല്യനീതി നിലനിൽക്കുന്നിടത്ത് തീർച്ചയായിട്ടും ഇലക്ട്രോണിക് ഫോമിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ വിവരങ്ങൾ വരാൻ ഇപ്പോൾ വയനാട് ജില്ലയിൽ എത്ര മൈമുനയുണ്ടെന്ന് അവർക്കങ്ങനെ ഇരുന്ന് എല്ലാം കണ്ടെത്താൻ ഉള്ള സമയമായിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അത് കൊടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ആർക്കായാലും എല്ലാ പൗരന്മാർക്കും അത് ഇലക്ട്രോണിക്കലായിട്ട് സെർച്ചബിളായിട്ട് കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ആധാറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ എന്ത് രേഖയുണ്ടെങ്കിലും ആധാർ ഉണ്ടെങ്കിലേ ഇവിടെ എന്ത് കാര്യവും നടക്കൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൻ്റെ പല കാര്യങ്ങൾ പോലും അങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. പക്ഷേ അങ്ങനെയുള്ളിടത്ത് ഇവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നിടത്ത് മാത്രം അത് പാലിക്കാൻ പറ്റില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാടെങ്കിൽ അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അത് ജനങ്ങളുടെ അവകാശം നിഷേധിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് വേണം കരുതാൻ. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു ആകത്തുക നമുക്ക് ഈ വോട്ടേഴ്സിൻ്റെ എണ്ണത്തിൽ കൂടി എന്നൊക്കെ പറയാം. അവിടെ മാത്രമല്ല, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, 5 മണിക്ക് ശേഷം ക്യൂ കാണാനില്ല, പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? EVMിലുള്ള സംശയമാണ് റേസ് ചെയ്യുന്നത്. എങ്ങനെയാണിത്? രണ്ടാമതൊരു കാര്യം, ഫോം 17C എന്നൊരു ഫോമുണ്ട്. പോളിംഗ് കഴിയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോഴും കാൻഡിഡേറ്റിൻ്റെ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജൻറ്റിന് ഈ 17Cയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം രേഖപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ആ സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഇവിടെ ഇത്ര വോട്ടാണ് ആകെ പോൾ ചെയ്തിരിക്കുന്നത് കൗണ്ടിങ് ഡേയിലേക്ക് ഉറപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതൊരു സെക്കൻഡിൽ അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴോ 10 മിനിറ്റ് കഴിയുമ്പോഴോ 48 മണിക്കൂർ കഴിയുമ്പോഴോ അത് മാറിയാൽ ആ EVMിൽ പ്രശ്നമുണ്ട്. ഇവിടെ 6% വരെ വർധന ഉണ്ടായതായിട്ടാണ് നമ്മൾ പറയുന്ന ഔദ്യോഗിക പാർട്ടികൾ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയും അത്രയൊന്നുമില്ല, 2% മുതൽ 3% വരെയുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അതിനുശേഷം വർധന ഉണ്ടായത്? അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സാങ്കേതികത്തെക്കുറിച്ച് പറയും. നിങ്ങൾ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോട് വേണേൽ ചോദിക്കൂ, എങ്ങനെ മാറാൻ പാടില്ല, മാറിയാൽ അതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിനെ ചേർക്കുന്നതിൽ മാത്രമല്ല, അത് വളരെ പച്ചയ്ക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ 350 പേര് വരിക, ഒരേ ആൾ പലയിടത്ത് വരിക, ഇത് വളരെ വിസിബിളായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷേ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും നടക്കുന്നത് ഒട്ടും വിശ്വസനീയമായ രീതിയിലല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിലൂടെ ECI പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി ഈ ചെക്ക് ആൻഡ് ബാലൻസ് നടത്തിയിട്ടുണ്ടെന്ന് ഉത്തരവിലൂടെ പലതവണ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ ആ ചെക്ക് ആൻഡ് ബാലൻസ് വെച്ചുകൊണ്ട് മാത്രം ഇത് ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ കഴിയില്ല എന്ന് സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം. ഞാനൊരു കാര്യം കൂടെ പറയാം, ഞാൻ ആ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചേംബറിൽ അത് തെളിയിക്കാനുള്ള ഒരു അവസരം തരൂ എന്ന് പറഞ്ഞൊരു കത്തയച്ചതാണ്. ഇത് വിശ്വസനീയമായി ഈ പ്രോസസ്സ് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിലാണെങ്കിൽ VVPAT മുഴുവൻ എണ്ണണം.
അല്ലെങ്കിൽ ഇതൊരു കൗണ്ടിങ് മെഷീനായിട്ട് ഇത് മാറണം. അപ്പോൾ അത് വിപുലമായ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത തകർക്കുന്ന ഒരു നിലപാടിലേക്ക് എക്സിക്യൂട്ടീവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു വിധി വിജിലൻസ് കോടതി മുഖ്യമന്ത്രി ഒരു വിജിലൻസ് കേസിൽ ഇടപെട്ടതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ്. ഇവിടെ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നിടത്ത് നിന്ന് സുപ്രീം കോടതി ജസ്റ്റിസിനെ മാറ്റി നിർത്താനുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നത് എന്തിനാണ്? ആ ബില്ലിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്താണ്? ഇതെല്ലാം വിശ്വാസ്യത തകർക്കുന്ന നടപടികളാണ്. അത് ഇവിടുത്തെ എക്സിക്യൂട്ടീവിന് ആ വിശ്വാസ്യത നിലനിൽക്കണമെന്നുള്ള താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഏത് വിധേനയും ഇലക്ഷൻ വിജയിക്കണം എന്നുള്ളവരുടെ ആഗ്രഹം മാത്രമാണ്. അല്ലാതെ എന്ത് കാര്യത്തിനാണ് സുപ്രീം കോടതി ജഡ്ജി ജോസഫ് സി മാത്യു ഇന്നിപ്പോൾ പവൻ ഖേർ ഉന്നയിച്ച ഒരു ആരോപണം, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് ഉന്നയിച്ച ഒരു ആരോപണം താങ്കൾ കണ്ടില്ലേ? ഇപ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ അവിടെ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു റൗണ്ടിലെത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുന്നു. അവിടെയാണ് രാജ് കമൽ ദാസിന് 45 മക്കൾ എന്ന നിലയിൽ വോട്ടുകൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് BJPയോട് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് രേഖാമൂലം അറിയിക്കൂ എന്നാണ്. അല്ലാതെ ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിലോ പരാതികളിലോ ആരോപണങ്ങളിലോ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി രാജ്യത്തെ ജനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നേയില്ലല്ലോ. ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യത്തിലും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിൻ്റെ ഓരോ പ്രോസസ്സും വളരെ സുതാര്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് വീഡിയോഗ്രാഫി ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ വോട്ടുകൊള്ള പ്രശ്നത്തിലും ഈ രാജ്യത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു കോടതി ഇടപെടൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? ഗോപികൃഷ്ണൻ, കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു, സ്വാഗതാർഹമാണ്. പല വിഷയങ്ങളിൽ കോടതി അത് വേണ്ട രീതിയിൽ കോടതികൾ പോലും ഇടപെടുന്നില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കോടതിയോട് ആദ്യം ചെന്ന് പറഞ്ഞ എന്താണ്, ഈ പരാതി കൊടുത്തവർ അവരുടെ കൈകൾ ശുദ്ധമല്ല, ദേ ഹാവ് അൺക്ലീൻ ഹാൻഡ്സ് എന്നാണ്. അവരെ പെനലൈസ് ചെയ്യണം, അവർക്ക് പിഴ ഈടാക്കണം എന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അത് സ്വീകരിച്ചില്ല എന്നും ഈ വിഷയത്തിൽ അത് പൗരന്മാർക്കും കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ സ്വാഭാവിക നീതി ലഭിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറയണമെന്നുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ 65 ലക്ഷം പേരെ എക്സ്ക്ലൂഡ് ചെയ്തത് 19 തീയതിക്കുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ അംഗീകൃത വോട്ടർമാരായിരുന്നു എന്ന് കണ്ടെത്തിയാൽ ഈ ഇലക്ഷൻ കമ്മീഷന് പിന്നെ അവിടെ തുടരാൻ അർഹതയുണ്ടോ? അതെ. പക്ഷേ ഇങ്ങനത്തെ സ്ഥാനങ്ങളിലെല്ലാം ഇവരെല്ലാവരും തുടരുകയല്ലേ. ഇവർ തുടരുകയും നാളെയും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സുതാര്യത എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സുതാര്യത ഉണ്ടെങ്കിൽ അത് ഈ ഇലക്ഷന് ഭീഷണിയാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ആ എംബഡഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് EVM-ലെ വ്യത്യസ്തമാണ് സാധാരണ പ്രോഗ്രാമിങ്ങുകളിൽ നിന്ന്. അത് ഒരിക്കൽ ഇപ്പോൾ കോഡ് ചെയ്താൽ പിന്നീട് അത് എടുത്ത് പരിശോധിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്, ഏതാണ്ട് അസാധ്യമാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കോഡ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും. കോഡ് അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നാണ് ഇവർ പറയുന്നത്. പുറത്തുനിന്ന് ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന് പറയുന്നവർ തന്നെയാണ് കോഡ് അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഡ് കുറച്ച് പേർക്ക് അറിയാം, എല്ലാവർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സുതാര്യതയെക്കുറിച്ച് പറയുന്നത് ഇത് പൊതുമേഖലാ സ്ഥാപനമാണ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നു. അല്ല, ഇതിൻ്റെ കോഡ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ്, റെനൈസസ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ EVM-ൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള കാര്യം സൂപ്പർ സെറ്റ് നിർണ്ണയിക്കുന്നിടത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ജയറാം രമേശിന് കത്തയച്ചു നമുക്കറിയാമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഒരു ആക്ഷേപം വരുമ്പോഴത്തേക്ക് ഇത്ര അസഹിഷ്ണുതയോടുകൂടി തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എതിർ ശബ്ദങ്ങളുടെയും വായടപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണോ ഒരു രാജ്യത്ത് ഈ ഇലക്ഷൻ ഫെയർ ആയിട്ടാണ് നടക്കുന്നതെന്ന് വിശ്വസിപ്പിക്കുന്നത്? ഇങ്ങനെ മർക്കടമുഷ്ടി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ഇവരെ ആരാണ് പഠിപ്പിച്ചത്? അങ്ങനെയാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് നടക്കുന്നത്? ഇപ്പോൾ വളരെ പ്രകടമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തൃശ്ശൂരെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്നത് നിർഭാഗ്യവശാൽ CPI-യോ CPM-ഓ ഇവിടുത്തെ കോൺഗ്രസ്സോ ഒന്നും അങ്ങനെ ഒരു എക്സസൈസിന് ഈ രാഹുൽ ഗാന്ധി മുതിർന്നതിന് ശേഷം പോലും അതിന് തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ BJPക്ക് 10% വോട്ടുണ്ട്, അല്ലെ 8% വോട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 8% വോട്ടർമാരെയും 1-2 മണ്ഡലത്തിലേക്ക് അവർ
കോൺസെൻട്രേറ്റ് ചെയ്യിച്ചാൽ അവർക്ക് ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഈ അരിയൊക്കെ വാങ്ങുമ്പോൾ പൂഴ്ത്തിവെപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. ഒരാൾക്ക് എത്ര കിലോ അരി വേണേലും മേടിക്കാം. എന്താ ഈ പൂഴ്ത്തിവെപ്പ്? വിപണിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഇടപെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് നേരത്തെ ആചാരി സാർ പറഞ്ഞതുപോലെ ഈ ഓർഡിനറിലി റെസിഡൻ്റ് എന്നുള്ളതിൻ്റെ പ്രത്യേകത വരുന്നത്. അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരു വോട്ടേ ഉള്ളെന്ന് പറയുന്നത് കൊണ്ട് ശരിയാവുന്നില്ല. ഒരു പൗരൻ എല്ലായിടത്തും ഒരു വോട്ട് എവിടെയും ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ടും ശരിയാവുന്നില്ല. ഇത് ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളെ ഉപയോഗിച്ചുകൊണ്ടും എല്ലാ രീതിയിലും ഇവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം സുപ്രീം കോടതി ജഡ്ജിമാരെ ഗവർണർമാരാക്കുന്നു, സുപ്രീം കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നവരെ പാർലമെൻ്ററി പാർട്ടിയിൽ MP ആക്കുന്നു, എന്നിട്ട് പ്രധാനമന്ത്രി വരുമ്പോൾ ഇവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന അവരുടെ കീഴിലെ ഒരു സബോർഡിനേറ്റിനെ പോലെ ആക്കുന്നു. ഇതുവഴി എല്ലാം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ ജഡ്ജിമാരുടെ ഉയർന്ന തസ്തിക പോലും ഒരു സബോർഡിനേറ്റ് പോസ്റ്റാക്കി മാറ്റുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നു, എന്നിട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ കക്ഷി നേതാവും കൂടി ഇരുന്നിട്ട് അവർക്ക് വേണ്ടുന്ന 2-3 പേരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അവരിങ്ങനത്തെ നടപടികൾ സ്വീകരിക്കുന്നു. ഇതുവഴി ഇവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സും ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയും സുതാര്യമാകുമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും വിശ്വാസയോഗ്യമാകുമെന്നോ ഇവർ കരുതുന്നുണ്ടോ? എന്നിട്ട് ലോകമെമ്പാടും ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയവരാണ് ഇവിടുത്തെ സിസ്റ്റത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ജനാധിപത്യത്തിൽ ഇങ്ങനെയല്ലേ കറക്റ്റീവ് പ്രോസസ്സിലൂടെ അല്ലേ ഇത് നടക്കത്തുള്ളൂ. ശരി ജോസഫ് സി മാത്യു സാർ, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന വോട്ടധികാർ യാത്ര, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അത് ഫ്രീഡം ലൈറ്റ് എന്ന നിലയിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായി നടക്കുന്ന റാലികളുടെ പ്രതിഷേധങ്ങളുടെ ഒക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. TN പ്രതാപൻ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ഒരു ജാഥയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഫ്രീഡം ലൈറ്റ് വോട്ടധികാർ യാത്ര, അതിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ യാത്രയുടെ മാർച്ചിൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കാരശ്ശേരി മാഷി, ഇത് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ ആരോപണങ്ങൾ വളരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പാകത്തിൽ ഒരു വിശദീകരണം നൽകാനോ അതല്ലെങ്കിൽ സത്യസന്ധവും നീതിപൂർവവും സുതാര്യവുമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവിടുത്തെ ഭരണക്രമം മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനോ ഉതകുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ തെളിവുകൾ ആവശ്യപ്പെടുകയാണ് ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന്. അതിനിടെയാണ് ഇപ്പോൾ ഈ വാരണാസിയിലെ കാര്യം സംബന്ധിച്ച് ഒരു പുതിയ വെല്ലുവിളി കോൺഗ്രസ് നടത്തുന്നത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ കള്ളവോട്ട് ചെയ്തുവെന്നും വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുമൊക്കെയുള്ള രേഖകൾ സഹിതമുള്ള ആരോപണങ്ങൾ ഇവിടുത്തെ മറ്റു 2 മുന്നണികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണ്? ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ഇതിലെ ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നാൽ എന്ത് നടപടി ഉണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഗോപികൃഷ്ണൻ, എൻ്റെ ധാരണയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ. നമ്മുടെ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. കാരണം നമുക്ക് ജനാധിപത്യമുണ്ട്, 5 കൊല്ലത്തിലൊരിക്കൽ നമ്മൾ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കൂട്ടരാണ് എന്നാണ് നമ്മുടെ അവകാശവാദം. അതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. 6 മാസം ഗൃഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് പുറത്തുവിട്ടതെന്ന് പറയുന്നു. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആദ്യം ഉള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം ഇവിടുത്തെ എൻ്റെ കണക്കിന് കോടതി പോലെ ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് നിഷ്പക്ഷമാവണം,
സ്വതന്ത്രമാവണം, വേറൊരു പഴയ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ വിശുദ്ധമാകണം. അത് എല്ലാ പക്ഷപാതങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്നും മുക്തമായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഈ വിവരങ്ങൾ കേൾക്കുന്ന മറ്റ് നാട്ടുകാർ നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഇത് വല്ലവരും വഴിയെ പോണ ആര് പറഞ്ഞാലേ ഇത് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ഉത്തരവാദിത്വപൂർവ്വം ഉന്നയിച്ച വിമർശനങ്ങളാണ്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള, അതിൻ്റെ സത്യം വെളിപ്പെടുത്താനുള്ള, അതിൻ്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. അവരതിൻ്റെ പുറത്ത് സാങ്കേതികത ഉന്നയിക്കുന്നത് അങ്ങേ അറ്റത്തെ അല്പത്തമാണ്. അതിപ്പോൾ ഒരു കടലാസ് എഴുതി കൊടുക്കുക എന്നുള്ളതല്ലല്ലോ കാര്യം, അതിൻ്റെ വസ്തുതയല്ലേ. ഇപ്പോൾ അന്ന് വന്ന വാർത്തകളിൽ 125 വയസ്സുള്ള ഒരാൾ കന്നി വോട്ടറായി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അതുപോലെ ഒരാൾക്ക് 50 മക്കളുണ്ട് എന്ന് വായിച്ചു. അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ തൃശ്ശൂരിൽ ഈ സംഗതി എന്താണ് എന്ന് ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടുന്ന് ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയാണ്. എന്നൊരു തമാശ എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ആരോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്? ജനങ്ങളോടാണ്. ജനങ്ങളുടെ ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ മുഖമാണ്, ജനങ്ങളുടെ വായയാണ് മാധ്യമം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഒന്നായിട്ട് വന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് അവരെ പരിഹസിക്കുന്നു. അപ്പോൾ ജനാധിപത്യത്തിൽ പാർലമെൻറ്റ് മെമ്പർമാരും മന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ഒക്കെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ജനങ്ങളോടാണെങ്കിൽ അതിന് സംസാരിക്കേണ്ടത് മാധ്യമങ്ങളോടാണ്. അത് തീർച്ചയായിട്ടും ഇതിപ്പോൾ വളരെയധികം സംശയഗ്രസ്തമായിരിക്കുകയാണ് ഈ അന്തരീക്ഷം മുഴുവൻ. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ സ്വതന്ത്രമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അപ്പോൾ നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞ മാതിരി സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ പിറ്റേന്ന് ഗവർണർമാരും രാജ്യസഭയിലോ ലോക്സഭയിലോ MP-മാരും ആയി തീരുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയെപ്പറ്റി, നമ്മുടെ നീതിപീഠത്തെപ്പറ്റി നമുക്ക് സംശയം വരും. അപ്പോൾ ഇവിടെ ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ്. കാരണം ജഡ്ജിമാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സ്ഥാനങ്ങളിൽ പദവികളിൽ ഇരിക്കാൻ പാടില്ല എന്ന്. കാരണം സ്വാധീനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതിലെ വരികയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് തന്നെ ഒരു പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അത് പക്ഷേ ഒരു തെളിവ് സഹിതം സുപ്രീം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് നമുക്ക് വോട്ടിംഗ് മെഷീൻ വേണ്ട, നമുക്ക് സാധാരണ ഇപ്പോൾ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളൊന്നും ആ നിലയ്ക്ക് വലിയ ഫലം കണ്ടില്ലല്ലോ. കാരണം ഇതിലെ സാങ്കേതിക പിഴവുകളൊന്നുമില്ല. ഇത് അങ്ങനെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു സാർ പറഞ്ഞു അതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വഴിയൊരുക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇത് ഫുൾ പ്രൂഫായിട്ട് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അതിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ പിന്നീട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്? അതെ, അല്ല, ആ സംഗതി അതിലിപ്പോൾ ഹോംവർക്ക് ചെയ്യണം, ഗൃഹപാഠം ചെയ്യണം. അതായത് എന്താണ് ഇതിൻ്റെ പ്രശ്നം, സാങ്കേതികത എന്താണ് ഇത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്തരം ജോസഫ് സി മാത്യു അതിന് പ്രാപ്തനായ ഒരാളാണ്. അത്തരത്തിലുള്ള സാങ്കേതികത പഠിച്ച ആളുകളെ ഉപയോഗിച്ച് ഇത് പഠിച്ചിട്ട് അത് കോടതിയെ, ഇലക്ഷൻ കമ്മീഷനെ, ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തുരുപ്പിച്ചീട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വോട്ടാണ്. ആ വോട്ടിന് തന്നെ, നമ്മുടെ ആ അവകാശത്തിന് തന്നെ യാതൊരു അർത്ഥവുമില്ല. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് അളവിലും കപടം കാണിക്കാവുന്നതാണ്. ഇപ്പോൾ വോട്ട് കൊള്ള എന്നൊരു വാക്കുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വോട്ട് കൊള്ള എന്ന് പറഞ്ഞാൽ കള്ളവോട്ട് നേരത്തെ ഒരു വാക്കുണ്ട്. അതിപ്പോൾ ഒരു വ്യക്തിയോ ഒരു കാരശ്ശേരി മാഷേ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ കമ്മീഷന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ പ്രശ്നമായിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊന്നും
ഈ ഇതിന് യോജിച്ച മാന്യതയ്ക്ക് യോജിച്ച വാക്കല്ല. അതൊക്കെ ഈ രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നാണ് കമ്മീഷൻ പറയുന്നത്. അല്ലാതെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചോ അതിലെ കൃത്രിമത്വം സംബന്ധിച്ചോ അതിൽ ഈ ഇല്ലാത്ത ആളുകളുടെ പേര് ചേർത്തത് സംബന്ധിച്ചോ ഒന്നും കമ്മീഷന് പ്രശ്നമില്ല. വോട്ട് കൊള്ള എന്നൊരു വാക്കുപയോഗിച്ചതിലാണ് ഇപ്പോൾ കമ്മീഷന് പ്രശ്നമായിരിക്കുന്നത്. അതെ, നടുക്കമുണ്ടാക്കുന്ന ഒരു വാക്കാണത്. വോട്ടുകൊള്ള എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ബോംബ് വെച്ചിരിക്കുകയാണത്. അതായത് കുറ്റകൃത്യം ചെയ്യുന്നവരല്ല കുറ്റവാളികൾ, കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്നവരാണ് കുറ്റവാളികൾ. നമ്മുടെ നാട്ടിലൊരു രീതി അങ്ങനെയാണല്ലോ. ഇപ്പം ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കാര്യത്തിൽ ഇവിടുത്തെ LDF കാര്യമായി അതിനെപ്പറ്റി ഒരു ആധിയുണ്ട് എന്ന് വിചാരിക്കാൻ നമുക്ക് തെളിവൊന്നുമില്ല. അപ്പോൾ അവർ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷിയാണ്. അവർ തീർച്ചയായിട്ടും ഈ സംഗതിയുമായിട്ട് രംഗത്തിറങ്ങേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ആരെവിടെ ജയിച്ചാലും തോറ്റാലും നമുക്ക് സ്വതന്ത്രമായ നീതിനിഷ്ഠമായ ഒരു ഇലക്ഷൻ പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാലേ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമുള്ളൂ. ഇത് പണം കൊടുത്തിട്ടോ മദ്യം കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയോ ഈ തരത്തിലുള്ള വോട്ട് കൊള്ളകളിലൂടെയോ ആണ് ആളുകൾ ജയിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജനാധിപത്യത്തിന് എന്താണ് അർത്ഥമുള്ളത്? അതിനെ നിരർത്ഥകമാക്കുന്ന ഒന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആരോപണം ഇത് വെറുതെ ഉന്നയിക്കുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. നമ്മുടെ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാഹുൽ ഗാന്ധി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി കാരശ്ശേരി മാഷി പറഞ്ഞതുപോലെ വോട്ടുകൊള്ള ആരോപണത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് ഈ ആരോപണം ഉന്നയിച്ചവർക്കാണോ അതോ ആരോപണം നേരിട്ടവരാണോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കാര്യത്തിൽ എത്ര നാൾ ഈ തെരഞ്ഞെടുപ്പിലെ ഈ ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിലെ ചർച്ചയിലേക്ക് വരും. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ PDT ആചാര്യ താങ്കൾ ഈ ചർച്ചയിൽ തുടരുമെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ MN കാരശ്ശേരി എന്നിവരും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടാകും. വളരെ ചെറിയൊരു ഇടവേള ഞാൻ എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടധികാർ യാത്ര രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന യാത്രയുടെ ദൃശ്യങ്ങളാണ്. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ഇവിടെ ഫ്രീഡം ലൈറ്റ് എന്ന നിലയിലാണ് ഈ പ്രതിഷേധ റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന റാലികൾ. അതിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വോട്ടധികാർ യാത്ര നടക്കുകയാണ്. ഫ്രീഡം ലൈറ്റ് യാത്ര, TN പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന യാത്രയുടെ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാം. ഞാൻ ചെറിയൊരു ഇടവേള എടുക്കുന്നു. വളരെ പെട്ടെന്ന് പാനലിസ്റ്റുകളോട് ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ തുടരുന്നു. ശ്രീ PDT ആചാരി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഒരു മണ്ഡലത്തെക്കുറിച്ചല്ല, പ്രധാനമന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ പോലും വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് രേഖകൾ പുറത്തുവിടൂ എന്നാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി. അപ്പോൾ ആരാണ് ഇതിൽ ഇനി ഒരു അന്വേഷണം നടത്തേണ്ടത്? ഈ ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ കൊണ്ടുവരികയാണോ അതോ ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കുകയാണോ എന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സംഭവത്തിൽ അതായത് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അതിലൂടെ മാത്രമല്ല കൃത്രിമത്വം നടന്നിരിക്കുന്നത്, മറിച്ച് EVM മെഷീനുകളിൽ പോലും കൃത്രിമം നടന്നിരിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത്. അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, ആരാണ് ഇത് അന്വേഷിക്കുക? ഇലക്ഷൻ കമ്മീഷനാണ് ഈ ക്രമക്കേടുകൾ, ഇപ്പൊ ഈ വോട്ട് കൊള്ള എന്ന് പറഞ്ഞ ആ ഒരു പദപ്രയോഗം എനിക്ക് വളരെ രസകരമായി തോന്നി. വോട്ട് കൊള്ള, അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ഈ വോട്ട് തെഫ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലൊരു പദപ്രയോഗമാണ് ഈ വോട്ട് കൊള്ള എന്ന് പറയുന്നത്. അപ്പൊ അത് അവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരോട് അത് അന്വേഷിക്കാൻ പറഞ്ഞാൽ എന്ത് കാര്യം? അവരെങ്ങനെയാണ് അന്വേഷിക്കുന്നത്? അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഗതി എന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇമ്പാർഷ്യലായി ഏതെങ്കിലും ബോഡിയോ അല്ലെങ്കിൽ കോടതിയോ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ അത് അന്വേഷിക്കാൻ പറ്റൂ. കാരണം അത്ര സീരിയസ് ആയ നമ്മുടെ മറ്റ് പാനലിസ്റ്റ് പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയ നമ്മുടെ ജനാധിപത്യത്തിനെ തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ അടിസ്ഥാനത്തിനെ തന്നെ ബാധിക്കുന്ന, അതിനെ ഇളക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ വളരെ വ്യാപകമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദിവസവും നമ്മൾ ഇപ്പോൾ അറിയുന്നു. ഓരോന്ന് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എത്രത്തോളം വ്യാപകമായ ഒരു കൊള്ള ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ട്. ആരാണ് നടത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അതിനെക്കുറിച്ച് തീരുമാനിക്കാം. ആചാര്യ സാർ, ഞാനത് ചോദിക്കാൻ കാരണം ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രം, ഒരു മദർ ഓഫ് ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുത്തരായ ജനങ്ങളുള്ള ഇടം എന്നാണല്ലോ. ജനാധിപത്യം ശക്തിപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ശക്തരാണ് എന്നാണല്ലോ. അവിടെ ആ പ്രക്രിയയിൽ ഒരു കൃത്രിമത്വം, ഒരു അട്ടിമറി നടന്നു എന്ന ആരോപണം ഉയരുമ്പോൾ അത് നേരാവണ്ണം പരിശോധിക്കപ്പെടാനും അങ്ങനെ നടന്നിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാത്ത ഒരു രാഷ്ട്രം ആണോ നമ്മുടേത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡിയെ വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പാർഷ്യലായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഫെയർ ആയിട്ടും ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യും എന്നുള്ളതാണ്. ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഒരു ഇന്റഗ്രിറ്റി, അതിന്റെ ഒരു പരിശുദ്ധി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യത ഈ ഇലക്ഷൻ കമ്മീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും ഏതെങ്കിലും ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കും എന്നുള്ള ഒരു സങ്കല്പം പോലും വന്നില്ലായിരുന്നു. ഞാൻ ഇപ്പം ഓർക്കുകയാണ്, 1984 തോന്നുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ, അതായത് AC ജോസ് എന്ന് പറഞ്ഞ ആളിന് അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ഈ വോട്ടിംഗ് മെഷീൻ അന്ന് ഉണ്ടായിരുന്നില്ല, ആദ്യം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അതിന് നിയമപരമായ അതിനൊരു സാധുത്വം ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു കേസിൽ അന്നത്തെ ഒരു വളരെ സീനിയറായ ഒരു ജഡ്ജ് ഫസൽ അലി പറഞ്ഞത്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും പ്രത്യയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥ? ഭയങ്കരമായ, നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഈ രാജ്യത്തുണ്ടാവും എന്ന് അദ്ദേഹം അന്ന് 1984 ഒരു വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ബോഡി റൂൾ ഓഫ് ലോ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ആ ഒരു സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി മറ്റെന്തോ ആയിത്തീരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മൾ നീങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് വിഭാവനം ചെയ്ത ആ ഒരു ബോഡി അല്ല ഇന്ന് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ അന്വേഷണങ്ങൾ നടത്തേണ്ടത് ഇംപാർഷ്യലായിട്ട് ഏതെങ്കിലും ഒരു സംവിധാനം അതിനുവേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, നമ്മൾ നേരത്തെ ഈ തൃശ്ശൂരിലെയും വയനാട്ടിലെയും ഒക്കെ കാര്യം പറയും. ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വന്ന ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു മൗനം BJPയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. പക്ഷെ പെട്ടെന്ന് അനുരാഗ് ഠാക്കൂറിനെ പോലെ ഒരാൾ തിരിച്ചടിച്ചത്, അത് പലയിടങ്ങളിലും ഇങ്ങനെ കൃത്രിമത്വമൊക്കെ നടന്നിട്ടുണ്ട്, കൽപ്പറ്റയിലും തിരുവമ്പാടി മണ്ഡലത്തിലുമൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് അദ്ദേഹം പറഞ്ഞത് 93,499 കള്ളവോട്ടുകൾ അല്ലെങ്കിൽ സംശയാസ്പദമായ വോട്ടുകൾ ഉണ്ട് എന്നതാണ്. അതിൽ ചൗണ്ടേരി എന്ന വീട്ടിൽ വിവിധ മതസ്ഥരായ ആളുകൾ, വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതായത് ഇത് ഒരു സാർവത്രികമായ, അതായത് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ പോലും ഇത് ഉണ്ടായിട്ടുണ്ട് എന്നും അതിന് നമുക്കങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സംവിധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു കുറ്റം പറയാൻ കഴിയില്ല എന്ന അർത്ഥത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ പിന്നീട് ചൗണ്ടേരി എന്നത് ഒരു സ്ഥലപ്പേരാണെന്നും അവിടെ വിവിധ സമുദായക്കാർ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ അത് ഉണ്ടാകുമെന്ന് നമുക്ക് തെളിഞ്ഞു. പക്ഷേ തൃശ്ശൂരിൽ BJPക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. BJP ഭരിക്കുന്ന തൃശ്ശൂരിലെ അവനിശ്ശേരി പഞ്ചായത്തിൽ BJP നേതാവിൻ്റെ വീട്ടിൽ 17 വോട്ടുകൾ ചേർത്തു എന്നതാണ് ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു ആരോപണം. നാട്ടികയിൽ 69-ാം നമ്പർ ബൂത്തിൽ ഏതാണ്ട് 79 പേരെ ചേർത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ അവർക്ക് ആദ്യമായി ഇവിടുന്ന് ഒരു ലോക്സഭാംഗത്തെ കിട്ടിയ, അവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായ പ്രദേശത്തെ വിജയത്തെ സംശയാസ്പദമായ നിലയിൽ നിർത്തുന്ന കുറേ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിലൊക്കെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലും ഒരു ആത്മാർത്ഥത താങ്കൾ കാണുന്നുണ്ടോ? അതോ ഇതിനെല്ലാം പിന്നിൽ എവിടെയൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാധാരണക്കാർ സംശയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശ്രീ ജോസഫ് സി മാത്യു. ഗോപികൃഷ്ണൻ, ഇത് പണ്ടൊരു അഭിഭാഷകൻ പറഞ്ഞു, ഇഫ് യു കനോട്ട് കൺവിൻസ് കൺഫ്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ
ഇത് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ പിശകുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നേരത്തെ ഇവിടെ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ സംവിധാനത്തിൻ്റെ തകരാറാണ് ഇതൊന്നും അല്ലാതെ ഞാൻ ഉത്തരവാദിയല്ലെന്നും ഒക്കെ പറയാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇപ്പോൾ ഇന്ന് ദേശാഭിമാനി നമ്മൾ പരിശോധിച്ച ഒരു വാർത്ത, വീട് പൂട്ടിപ്പോകരുതേ, കോൺഗ്രസ്സുകാർ ഇത് എഴുതിയെടുത്ത് കളയും എന്നാണ്. അത് ചില ലോക്കൽ തെഫ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാണ്. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ ഒരു ക്രമസമാധാന പാലനം ഉണ്ടല്ലോ. ഒരാൾക്ക് വീട് പൂട്ടി പോകാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇത് കവർന്നെടുത്തുകൊണ്ട് പോകുമെങ്കിൽ ആ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം തകർന്നു എന്നും കൂടിയാണ് പറയുന്നതിൻ്റെ ഒരർത്ഥം. ഞാൻ ഈ വിഷയത്തിലോട്ട് വന്നാൽ ഞാൻ പറയാൻ വന്നത്, അനുരാഗ് താക്കൂർ പറയുന്നത് ഇവിടുത്തെ സംവിധാനം ഇവർ താറുമാറാക്കി എന്നുള്ള കുറ്റസമ്മതമാണ്. അത് ആര് ചെയ്തു എന്നുള്ളത് വേറെ. ഈ അനധികൃതമായി ചേർക്കപ്പെടുന്ന വോട്ടർമാർ യഥാർത്ഥത്തിൽ പോയി ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, അവരുടെ മൗലികാവകാശം. പക്ഷേ ഈ സംവിധാനം കുറ്റമറ്റതായി നിലനിർത്താൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനം എന്നുള്ള ഉയർന്ന തസ്തികയിൽ നമ്മൾ, അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥാപനങ്ങളെ അവരുടെ നിയമന സമയം മുതൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ് നിയമിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ദുഷ്യന്തുവെ എന്നുള്ള അഭിഭാഷകൻ, ഈ കേസിലും അഭിഭാഷകനായിരുന്നു, അദ്ദേഹം കരഞ്ഞുകൊണ്ട് രാജ്യത്തോട് പറയുന്നത് നമ്മൾ കേട്ടു. അടുപ്പിച്ചു വന്ന 6 or 7 ചീഫ് ജസ്റ്റിസുമാർ, ദേ ഫെയിൽഡ് ദ നേഷൻ, ദേ ഫെയിൽഡ് ദി സുപ്രീം കോർട്ട്, ദേ ഫെയിൽഡ് ജസ്റ്റിസ് എന്ന് പറയാണ്. എന്താ കോടതി ലക്ഷ്യത്തിന് കേസൊന്നും എടുക്കുന്നില്ലേ? എന്താണ് ഇവിടുത്തെ ജുഡീഷ്യറിക്ക് മിണ്ടാട്ടമില്ലാത്തത്? ഇതിലും വലിയ ആരോപണമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്തത്? അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ എക്സിക്യൂട്ടീവിനുണ്ട്. അദ്ദേഹം പറയുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കൊളീജിയത്തിലാണ് ഞാൻ ആരോപിക്കുക എന്നുള്ളത്. അതായത് നിയമനത്തിൻ്റെ സമയത്ത് തന്നെ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇത് പലതും. ഇവിടെയും അത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നിയമിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ഇവരുടെ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് ഞാൻ ചോദിച്ചത്. അവിടെ മുതൽ ഇത് പാളുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ഇത്രത്തോളം ഇവിടുത്തെ പൊതുജനങ്ങൾ അത് ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നേരത്തെ കാരശ്ശേരി മാഷൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, 6 മാസത്തെ ഗൃഹപാഠത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ദുഷ്കരമാക്കിയ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തികൾ. കാര്യം അവർക്കറിയാം, ഇത് ചോദിക്കുമ്പോഴേ അറിയാം ഇത് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത് ദുഷ്കരമാക്കുന്നത്. അതുകൊണ്ട് ആണ് അനുരാഗ് താക്കൂറിന് അത് കിട്ടുമ്പോൾ അത്ര ദുഷ്കരമല്ലാത്തത്. അദ്ദേഹം പറയുന്നത് വയനാട് ജില്ലയിൽ 3 യമുനമാർ വേണ്ടെന്നാണ്. ഈ ആഗ്രയിൽ എത്ര കാക്ക എന്നൊക്കെ ചോദിച്ചതുപോലെയാണ് അദ്ദേഹം ഇതിന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സംവിധാനത്തെ മുഴുവൻ താറുമാറാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള ചോദ്യമാണ്. അങ്ങനെ താറുമാറായ ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥവും കൂടി. നമ്മൾ EVM-ൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, while we acknowledge the fundamental right of voters to ensure their vote is accurately recorded and counted, the same cannot be equated with the right to 100% counting of VVPAT slips or a right to physical access to the VVPAT slips which the voter should be permitted to put in the drop box. അതായത് VVPAT എണ്ണുന്നതിനെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നമ്മുടെ മൗലിക അവകാശമാണ്. എന്ത്? നമ്മുടെ വോട്ടുകൾ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അത് ആക്യുറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നും ബോധ്യപ്പെടേണ്ടത് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശം വെറും വിശ്വാസത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇവിടെ ഉണ്ട്. മൗലിക അവകാശങ്ങൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ കൂടെ പോലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ VVPAT എണ്ണാമോ എന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത് എന്തിനാ? ഇത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനോട് പ്രത്യേകിച്ചും VVPAT എണ്ണാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു രാജ്യം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ VVPAT എണ്ണിയാൽ എന്താ സംഭവിക്കുക? ഇവിടെ വോട്ടിംഗ് മെഷീനിലൂടെ ഇലക്ഷൻ നേരത്തെ അങ്ങ് പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിച്ചോ? വേരിഫിക്കേഷന് വേണ്ടി എണ്ണുന്നതിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഒരു കൗണ്ടിംഗ് മെഷീൻ വെച്ച് എണ്ണുന്നതിൽ എന്താ പ്രശ്നം? ഇത്ര സുപ്രധാനമായ മൗലിക തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഇവിടെ കോടതികളും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. അവർ പറഞ്ഞ ഒരു സാക്ഷ്യം രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ദൗത്യം തീരുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇതുപോലത്തെ സുപ്രധാനമായ കാര്യങ്ങളിൽ, മൗലിക അവകാശങ്ങളിൽ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഗോപീകൃഷ്ണൻ. പ്രധാനമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്ന EVM-ൻ്റെ കാര്യത്തിൽ ഇത് കീ അഗ്നോസ്റ്റിക് ആണെന്നാണ്. അതായത് ഒന്നാമത്തെ കീയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒന്നാമത്തെ കീ BJP-യുടെ ആണോ കോൺഗ്രസിൻ്റെ ആണോ CPM-ൻ്റെ ആണോ എന്ന് അതിനറിയില്ല. ഒന്നാമത്തെ കീക്ക് 1000 വോട്ട്, രണ്ടാമത്തെ കീക്ക് 500 എന്ന് മാത്രമേ മെഷീൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ VVPAT മെഷീൻ ഘടിപ്പിക്കുന്ന ഘട്ടം മുതൽ അത് കീ അഗ്നോസ്റ്റിക് അല്ല.
അത് കോടതി തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നാമത്തെ കീയിൽ ഞെക്കുമ്പോൾ അവിടെ താമര ചിഹ്നം തെളിഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കീ താമരയ്ക്ക് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അതിനറിയാവുന്നത് കൊണ്ടാണ്. ശരി ശരി. അപ്പോൾ ഇത് ഇങ്ങനത്തെ സാങ്കേതിക കാര്യങ്ങൾ പരിശോധിക്കാതെ ഇതിങ്ങനെ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസത്തിലാണ് നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്. മനസ്സിലായി. വേറെ എടുക്കുകയാണ് ശ്രീ ജോസഫ് സി മാത്യു, വളരെ പെട്ടെന്ന് വേണ്ടതുണ്ട്. ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കും ഉണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും. കാരശ്ശേരി മാഷെ, ഈ പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ പ്രതിഷേധം കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് അണഞ്ഞു പോകുന്ന ഒന്നായി അവസാനിക്കുമോ ഈ വോട്ട് കൊള്ള വിവാദവും? അങ്ങനെ കരുതുന്നുണ്ടോ? ഠാക്കൂർ പറഞ്ഞതാണ് മാത്രമല്ല രാഹുൽ അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് അദ്ദേഹം പറയുകയാണ്. മാഷെ, സാങ്കേതിക പ്രശ്നമുണ്ട്, കേൾക്കുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ PDT ആചാരി, എന്താകും ഈ വോട്ട് കൊള്ള വിവാദത്തിന്റെ ഭാവി, ആരോപണത്തിന്റെ? അതൊന്നും നമുക്കിപ്പോഴേ പറയാൻ പറ്റിയില്ല. കാരണം ഇതൊരു തുടക്കമാണ്. ഇത് ഏത് ഡയറക്ഷനിൽ പോകുമെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം നിലവിലിരിക്കുന്ന ഗവൺമെന്റ് അതിശക്തമാണ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും അതനുസരിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു ശുഭാപ്തി വിശ്വാസമൊന്നും എന്നെ സംബന്ധിച്ചില്ല. കാരണം ഞാൻ ഈ ഡൽഹിയിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ വിശ്വാസമൊന്നും ആ രീതിയിലില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കാനേ സാധ്യമല്ല. നമുക്ക് കാത്തിരിക്കാം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ ക്രമത്തിൽ അതിൻ്റെ ഏറ്റവും പരിപാവനമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിലെ വിശ്വാസ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അത് സംശയമുനയിൽ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ഇത് സുതാര്യവും നീതിപൂർവ്വം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ നിയോഗിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കാനല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് സാധാരണക്കാരായ ഈ വോട്ടർമാരെ, ഈ രാജ്യത്തിന്റെ കരുത്തരായ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടത്. അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് നിന്ന് നീതി ആവശ്യപ്പെടുന്ന ഓരോ ജനങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിടേണ്ടി വരും. ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ചർച്ച. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.